പിന്നെ വേലായുധനില്ലേ ഇവിടെ? ഉണ്ട്, ഉറക്ക. ഞാൻ വിളിക്കാം. അണ്ണാ, അണ്ണാ, അണ്ണാ. ഉറക്കത്തിൽ പേടിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വല്യമ്മയാര്? നീ നാട്ടുകാരെ മുഴുവനും തല്ലി തോൽപ്പിക്കുക, എന്നെ ഓടി തോൽപ്പിക്കുകയാണല്ലോ. അതാ വെളുപ്പിനെ നേരെ ഇങ്ങ് പോകുന്നത്. കാലത്തെ പല്ല് തേക്കുന്ന പതിവുണ്ടോ? ഉണ്ട്. എടോ പൊണ്ണ, എന്തോ? ആളുകളെ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണെന്ന് കരുതി ചെയ്യുന്നത് ചിലപ്പോൾ ഉപദ്രവമായിരിക്കും. രാജാവായിക്കോ, വേണ്ടെന്നല്ല. 100 മില്ലി ചാരായം അകത്ത് ചെല്ലുമ്പോഴേ നിനക്ക് രാജാവാണെന്ന് തോന്നുന്നുള്ളൂ. അതാ കുഴപ്പം. ആദ്യം കുന്നുമേൽ ശാന്തര അവിടെയുള്ള കിടപ്പ് മാറ്റേ, എന്നാൽ തന്റെ ചീത്തപ്പേര് കുറെ മാറി കിട്ടും. എന്താ, പറ്റുമോ? പറ്റും. മോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക്. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അനുസരിക്കോ അതോ തന്നെ തല്ലി തോൽപ്പിക്കേണ്ടി വരുമോ? മോരും വെള്ളം പോരെ? ആ, നന്നായി. ആ, നല്ല മോര്. എന്നാ കുടിച്ചോ. ഇന്നലത്തെ കെട്ടിറങ്ങാൻ നല്ലതാ. കേളപ്പൻ അറിയാലോ, ഗോപിനാഥൻ വരുന്നത് വരെ പുതുശ്ശേരി വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വേലായുധനായിരുന്നു. കാലത്തെ എൻ്റെ കൂടെ നടക്കാൻ പോലും പാടത്തെയും പറമ്പിലെയും കാര്യങ്ങളൊക്കെ നോക്കും. ഒന്നും അങ്ങോട്ട് പറയണ്ട, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. ഒരു നല്ല കാര്യസ്ഥൻ. അന്ന് അത്രേ ഞാനവനെ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ അവന്റെ മനസ്സിൽ ഒരച്ഛന്റെ സ്ഥാനമായിരുന്നു എനിക്ക്. നമ്മളൊക്കെ കരുതുന്നതിലും എത്രയോ വലിയ സ്ഥാനത്താടോ അവൻ നമ്മളെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇതുവരെ അറിയാതെ പോയി. ഇപ്പോ കണ്ടിട്ടും കണ്ടില്ല എന്ന് ഭാവിച്ചാൽ അത് വലിയ തെറ്റായിപ്പോ. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അവൻ പുറത്തു നിൽപ്പുണ്ട്. മേലാലി വീടിന്റെ പടി കയറുന്ന താൻ പറഞ്ഞതുകൊണ്ട് അവൻ വേലിക്ക് പുറത്തു നിൽക്കുക. ആ കേളപ്പാ, ഞാൻ പറഞ്ഞ കാര്യം രണ്ടാളും നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തുക. എന്താ നാരായണിയമ്മേ? ഓ, പാടോ. ആ, കേളപ്പേട്ടൻ എന്താ പറഞ്ഞേ? നീ തെങ്ങിന്റെ പൂക്കുലയോ കുരലോ ഏതാണ്ട് വാറ്റി വെള്ളത്തിന്റെ അടിയിൽ എവിടെയോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ അത്? ഇങ്ങതാ. ഇത്രയേ ഉള്ളോ അതോ വേറെ കുപ്പിയുണ്ടോ? ഇത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു പോയി. എന്നാ കുടിക്കേ, ഞാനൊന്ന് കാണട്ടെ. എന്താ വേണ്ടേ? എന്നാ ഞാൻ കുടിക്കട്ടെ. തെങ്ങിന്റെ കുരല് മാറ്റിയതാ വല്യമ്പേരെ. നിന്നെ നന്നാക്കി ശ്രീരാമചന്ദ്രനാക്കി കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ കേളപ്പനും നാരായണിക്കും വാക്ക് കൊടുത്തതാ. നാളെ മുതൽ നിനക്ക് കള്ളുപിടിയും തല്ലും പിടിയും ഒന്നുമില്ല. നീ ലീലയെ കല്യാണം കഴിക്കാൻ പോവാ. അവള് കൊച്ചല്ലേ വല്യമ്പേരെ? നീ കാരണം ഉണ്ടായ സങ്കടത്തിന് അതേ ഉള്ളൊരു പരിഹാരം. വാസുട്ടാ,
വേലായുധൻ ഒരു കുപ്പി കൂടെ വേണം. എന്ത് കൂടിയത്? ഇന്നത്തേക്ക് ഇത്രയും മതി. വേണ്ട, വേലായുധനെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. അത് നിന്റെ മുഖത്തെ ആ മീശയൊക്കെ നന്നായിട്ടൊന്ന് കിളുകട്ടെ. എന്താ കുണ്ടായിസാ? ബോധം പോകും മുമ്പേ ഷാപ്പിൽ നിന്ന് പോണം, അതാ ചട്ടം. മോനെ വാസുട്ടാ, ആ. ഇന്നത്തോടെ വേലായുധേട്ടൻ കുടി നിർത്തുക. നീ ഒരു കുപ്പി കൂടെ എടുത്തോണ്ട് വാ. ഇത് ഒടുക്കത്തെ കുടിയാ. കുടി നിർത്തുകയാണെന്ന്. വേലായുധേട്ടന് എന്താ പറ്റിയത്? ഇനി കുണ്ടായസത്തിനൊന്നുമില്ല. കള്ളുകൂടിയും തല്ലും പൊടിയും ഒക്കെ നിർത്തുകയാന്ന്. വേലായുധേട്ടന് ഭയങ്കര അലിവാ. ഇതൊക്കെ അതിന്റെ. അത് ഞാൻ ഒരു കുപ്പിയുടെ തരാം, ഇനി ചോദിക്കരുത്. ഇങ്ങനെ കുടിക്കണമെങ്കിൽ കള്ളുകൂടി നിർത്തേണ്ടി വരില്ല. കള്ളും തല്ലൂല്ലേ വേലായുധേട്ടനെ, പിന്നെ എന്തിനു കൊള്ളാന്ന്. അതൊക്കെ പോട്ടേട്ടാ, വിട്, മറന്നുകളാ. മറക്കാൻ അതിന് ഓർത്തു വയ്ക്കാൻ വേറൊന്നുമില്ലല്ലോ. വല്യമ്പ്യാരും കേളപ്പേട്ടനും നീയൊക്കെ അല്ലേ ഉള്ളോടാ വേലായുധേട്ടന്. വല്യമ്പ്യാര് പറഞ്ഞ പോലെ നാളെ തൊട്ട് ശ്രീരാമേന്ദ്രനാവാൻ തീരുമാനിച്ചു. ശ്രീരാമേന്ദ്രനോ? അതാര്? ആ, നിനക്കറിയാൻ വഴിയില്ല. പണ്ട് ഈ മുള്ളംകൊല്ലി ഭരിച്ചിരുന്ന ഒരു രാജാവാ. ഓ. ആ, ചെറിയ അമ്പ്യാര്. ഗോപിയേ, ഗോയ്, ആ, കുറുപ്പേ, കുറുപ്പേ, കുറുപ്പേ. ആ, ഇവിടെ തന്നെ ഉണ്ടല്ലേ നമ്മുടെ ചെറിയ നമ്പ്യാരകത്തുണ്ടോ? എന്തിനാ? ആ, ഒന്ന് സ്നേഹിക്കാനാ, ഒരു ഉമ്മ കൊടുക്കാൻ. ഓഹോ. ഗോയ്, ആ, ഗോപിയേ, ഗോപിയേ, നീ അറിഞ്ഞ വിശേഷങ്ങളൊക്കെ? വേലായുധൻ കള്ളും തല്ലും ഒക്കെ നിർത്താൻ പോവാ. വല്യമ്പ്യാര് പറഞ്ഞു നിർത്താൻ. ഇതിന് കേളപ്പേടിന്റെ മോളിലെ ലീല, അവളെ ഞാൻ കെട്ടാൻ പോവാ. പക്ഷെ കെട്ടിന് മുമ്പ് വേലായുധൻ ശ്രീരാമേന്ദ്രനാണ്. എങ്ങനെ? ശ്രീരാമേന്ദ്രൻ. രാമവാദം ചേരും മുമ്പേ മുകുന്ദ രാമപാഹിവ. എനിക്ക് ചെറിയ ഒരു ആശ ബാക്കിയുണ്ട്. നീ ഒന്ന് ഇറങ്ങി വാ, വാ. വേലായുധൻ ഇന്ന് തല്ലി നിർത്തുക. അവസാനത്തെ തല്ലിന് അന്തസ്സുള്ള ഒരു ശത്രുവിനെ തേടി ഇറങ്ങിയ വേലായുധൻ. ഞാൻ നോക്കുമ്പോ എല്ലാം കൊണ്ടും അർഹനായ പരമയോഗ്യനായ ഒറ്റ എതിരാളിയെ വേലായുധനുള്ളൂ. അത് നീയാ, നീ മാത്രമാ. ഇറങ്ങി വാ, ഇറങ്ങി വാടാ. കാണാണ്ടവരുടെ ഒക്കെ വരാൻ പറ. ലാസ്റ്റ് അടിയാ. ഒന്നുകൂടെ തല്ലാൻ പറയരുത്. ആ, പറഞ്ഞേക്കാം. ഇറങ്ങി ഓടാൻ നോക്കണ്ട, എന്തായാലും പറ്റൂല. അത് ഭയങ്കര ക്ഷീണമാവും. ആരും കയറി വരണ്ട, അവിടെ നിന്ന് താഴെ വന്നിട്ട് അടി. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അവനിങ്ങോട്ട് കയറി വരിക. ഗോപിയേ, ആ, എന്നാ തുടങ്ങാല്ലേ? ഈ കാണുന്നതും ഈ കാണിച്ചിട്ടുള്ളതും ഒന്നുമല്ല നീ എന്നെനിക്കറിയാം. ഇപ്പോഴല്ല, മുള്ളംകൊല്ലിയിൽ നീ വന്നിറങ്ങിയ കാലം മുതലേ അറിയാം. എന്തൊക്കെയായാലും നീ ഇപ്പൊ പുതുശ്ശേരി വീട്ടിലെ അവിടുത്തെ ചോറ് നീ ഉണ്ടതിലും കുറെ അധികം ഉണ്ടിട്ടുള്ളതാ ഞാൻ. ആ ഒരു സ്ഥാനം വേലായുധന്റെ മനസ്സിൽ നിനക്കുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് അടി ഞാൻ അടിക്കുന്നില്ല, നീ എന്നെ അടിക്കണം. അങ്ങനെ പോലും ഫസ്റ്റ് അടി നീ അടിക്കുന്നില്ല, വേണ്ട ഞാൻ അടിച്ചോളാം. പക്ഷെ അങ്ങനെ പൊയ്ക്കളരുത്. അപ്പൊ ഫസ്റ്റ് അടി ചെറിയ പേര് അടിക്കുന്നില്ല, ഞാൻ തന്നെ തുടങ്ങണമെന്നാ പറയുന്നത്. ഇതാ മൂപ്പരുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്താ? ഹര ഹരോ ഹര. എങ്ങനെ? കൊള്ളാം. പോവാണോ ചെറിയ പേരെ?